പ്രതിപക്ഷവും അതുപോലെ തന്നെ ചില സാമ്പത്തിക വിദഗ്ധരും ഈ അതിദരിദ്രമില്ലാത്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനത്തെ കുറിച്ച് ചില സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവരോടൊന്നും മറുപടി പറയാൻ ഗവൺമെന്റിനില്ല, അവിടെ ഈ മറുപടി ഇല്ല. അപ്പം ഗോവിന്ദൻ മാഷ് അടക്കമുള്ള നേതാക്കള്, മന്ത്രി എം പി രാജേഷ് അടക്കമുള്ളവര് ഇവരുടെ നേരെ കവരച്ചട്ടപ്പിയുടെ രീതിയിലാണ് സംസാരിക്കുന്നത്. ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ വിദഗ്ധർ കള്ളം പറയുന്നവരാണെന്ന. പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ച കൂട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: കള്ളം പറയാൻ ഒരു പ്രതിപക്ഷ നേതാവും അതിനൊപ്പം നിൽക്കാൻ ചില വിദഗ്ധരും എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. നമുക്കറിയാമല്ലോ, ഇവിടെ എഴുത്തുകാര്, ബുദ്ധിജീവികള്, സാമൂഹിക പ്രവർത്തകര്, സാമ്പത്തിക വിദഗ്ധര് ഇവരൊക്കെ ഇടതുപക്ഷത്തെ താങ്ങിയാൽ, അവരെ പിന്തുണച്ചാൽ അവരെല്ലാം നല്ല കുഞ്ഞുങ്ങളാ, അമ്പോറ്റികളാ. അവരൊക്കെ കുഞ്ഞു വേറെ ആളുകളില്ല. അതേസമയം ഒരു ചെറിയ കാര്യത്തിലെങ്കിലും വിമർശനം ഉന്നയിച്ചാൽ അവരെ ശത്രുക്കളായിട്ട് ചാപ്പ കുത്തും. അതാണ് CPM-ന്റെ രീതി. അതുതന്നെയാണ് ഇവിടെയും നടന്നിരിക്കുന്നത്. ചില സംശയങ്ങൾ ഉന്നയിച്ചു, ചില ചോദ്യങ്ങൾ ചോദിച്ചു. പ്രൊഫസർ KP കണ്ണൻ, ഡോക്ടർ RVG മേനോൻ, ഡോക്ടർ MA ഉമ്മൻ, പ്രൊഫസർ V രാമൻകുട്ടി ഇവരാരും അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരൊന്നുമല്ല, കോൺഗ്രസിനെ പിന്താങ്ങുന്നവരുമല്ല. അവരാണ് അവരുടെ അറിവിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ചോദിച്ചത്. പ്രതിപക്ഷ നേതാവും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലൊക്കെ സംശയങ്ങളും അല്ലെങ്കിൽ വിമർശനങ്ങളും ഉയർത്തിയിട്ടുണ്ട്. അത് രാഷ്ട്രീയമാണെന്ന് കരുതുക, അവരെ നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ RVG മേനോനെ പോലെയുള്ള, അല്ലെങ്കിൽ പ്രൊഫസർ കണ്ണനെ പോലെയുള്ള, അല്ലെങ്കിൽ നേരത്തെ പേര് പറഞ്ഞ ആളുകളെ പോലെ എല്ലാവരും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വിദഗ്ധർ പറയുന്ന അഭിപ്രായങ്ങളെ പോലും കള്ളമായിട്ടാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. കുറെ കോടികൾ മുടക്കി തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരു പ്രഖ്യാപന മാമാങ്കം അങ്ങ് നടത്തി കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അതങ്ങ് വിശ്വസിച്ചേ പറ്റൂ എന്നാണ് CPM-ന്റെ ഒരു നിലപാട്. വിശ്വസിക്കാത്തവരെല്ലാം കള്ളന്മാരാ, മനസ്സിലായില്ലേ? അങ്ങനെയല്ല ശ്രീ പിണറായി വിജയൻ, അങ്ങനെയല്ല ശ്രീ MP ഗോവിന്ദൻ മാഷ്. സംശയം കൊണ്ട് ചോദിക്കും, പ്രതിപക്ഷം ചോദിക്കും, ഇതിനെപ്പറ്റി വിവരമുള്ളവർ ചോദിക്കും, നിങ്ങൾ മറുപടി പറയാ വേണ്ടത്. ഇതൊക്കെ തട്ടിപ്പ് എന്ന് വിളിച്ചു പോകരുതെന്നാണ് നമ്മുടെ MP രാജേഷ്. അദ്ദേഹമാണ് കേരളത്തെ ഈ അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമാക്കി ഉയർത്തിയ ആള്. അദ്ദേഹം അങ്ങനെയാ പറയുന്നത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അന്തവും കുന്തവും ഇല്ലാതെ വിമർശിക്കുന്നത്? ചോദ്യങ്ങൾക്ക് മറുപടി പറയൂ, ആ സംശയങ്ങൾ തീർത്തു കൊടുക്കൂ. അപ്പൊ ആരും വിമർശിക്കത്തില്ല. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ കാടടച്ചിട്ട് നിങ്ങൾ ഈ വിമർശിക്കുന്നതൊക്കെ ഒരു തട്ടിപ്പാണ്, പോക്കണം കേട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ നേരത്തെ പറഞ്ഞ വിദഗ്ധന്മാരടങ്ങുന്ന ഒരു സംഘം നേരത്തെ ഒരു പ്രസ്താവന, സംയുക്ത പ്രസ്താവനയിൽ ഇതിനെപ്പറ്റി ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇന്നിപ്പോ പ്രൊഫസർ KP കണ്ണൻ വിശദമായ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം ചോദിക്കുന്ന ഒരു പ്രധാന കാര്യം ഈ പ്രസ്താവനയിലുള്ളത് തന്നെയാണ്. പക്ഷേ മന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും അവരെയൊക്കെ വിമർശിക്കുന്നതുകൊണ്ട് വീണ്ടും ഒന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുക. അദ്ദേഹം ചോദിക്കുന്നത് എന്താ? നിങ്ങൾ ഏത് സർവേ അല്ലെങ്കിൽ ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ അതിദരിദ്രരായ ആളുകളെ കണ്ടെത്തിയത്? ഇതൊരു ബൃഹത്തായിട്ടുള്ള സർവേ നടത്താതെ, വൻതോതിൽ വിവരശേഖരണം നടത്താതെ കേരളത്തിലെ അതിദരിദ്രരെ കണ്ടെത്തുക അത്ര എളുപ്പമല്ല. അങ്ങനെയൊന്നും നടന്നിട്ടുണ്ടോ? അങ്ങനെയൊന്നും നടക്കണമെങ്കിൽ ആസൂത്രണ ബോർഡ് അറിയണം, അവരുടെ സഹായം വേണം, അവരുടെ പിന്തുണ വേണം, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റ് അറിയണം. അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചത്? പിന്നീട് ശ്രീ കണ്ണൻ ആ കണക്കുകളിലെ വൈരുദ്ധ്യം വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സർക്കാരിന്റെ കണക്കനുസരിച്ച് 64,006, വളരെ കൃത്യമായ കേട്ടോ, 64,007 ആവില്ല, 64,005 ആവില്ല, വളരെ കൃത്യമായ കണക്കാം. ഇത്രയും അതിദരിദ്ര കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് സർക്കാർ കണ്ടുപിടിച്ചിരുന്നത്. പക്ഷെ പ്രൊഫസർ കണ്ണൻ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, 2002 ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ആശ്രയ പദ്ധതിക്ക് വേണ്ടി ഇതുപോലെ അതിദരിദ്രരായ ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു സർവേ നടത്തിയിരുന്നു. അതിന്റെ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ഒരു സർവേ ആയിരുന്നു അത്. ആ ആശ്രയ പദ്ധതി ഇപ്പോഴും തുടരുന്നുണ്ട്. അന്ന് 2002 കണ്ടെത്തിയവരിൽ 1.5 ലക്ഷം ആളുകൾ ഇപ്പോഴും ആ പട്ടികയിൽ തുടരുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ മുമ്പിലുള്ള കണക്കാണിത്, അല്ലാതെ വെറുതെ പറയുന്നതല്ല. അതുപോലെ ദാരിദ്ര്യത്തിൽ ഏറ്റവും അടിയിൽ നിൽക്കുന്നവർക്ക്, അതിദരിദ്രർക്ക് റേഷൻ നൽകുന്ന ഒരു പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന. അതനുസരിച്ച്, ഈ പദ്ധതി അനുസരിച്ച് 5,91,194 പേർക്ക് ഇപ്പോഴും നമ്മൾ കേരളത്തിൽ റേഷൻ നൽകുന്നുണ്ട്. അത് മഞ്ഞക്കാർഡ്, അത് ഏറ്റവും അതിദരിദ്രരായ ആളുകൾക്ക് നൽകുന്ന റേഷനാണ്. ഏതാണ്ട് 6 ലക്ഷത്തോളം ആളുകൾക്ക് ഇപ്പോഴും റേഷൻ നൽകുന്നു എന്നാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ നിയമസഭയിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞത്. 6 ലക്ഷത്തോളം ആളുകൾ ഈ പദ്ധതിയിൽ റേഷൻ വാങ്ങുന്നു. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ 64,006 പേരെ കണ്ടെത്തിയത്?
ഈ റേഷൻ നൽകുന്ന ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്നവർക്കാണ്. അത്തരത്തിലുള്ള 6 ലക്ഷം പേരുണ്ടെന്ന് സർക്കാർ കണക്കുകൾ തന്നെ, സർക്കാരിന്റെ കണക്കായിട്ട് മന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച ഉത്തരത്തിൽ പറയുന്നു. അപ്പൊ ഈ ബാക്കി ജനങ്ങളോട് പോയി? ഇതേ കണക്കിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പൊതുസമൂഹത്തിന് മുമ്പിൽ വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, 2021 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ അതിദരിദ്രരുടെ പട്ടികയിൽ 4.5 ലക്ഷം ആളുകൾ ഉണ്ടെന്നും അവരെ ആ അവസ്ഥയിൽ നിന്ന് ഉയർത്തുമെന്നും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സർക്കാരിന്റെ 4 കൊല്ലം തീരുകയാ. അപ്പൊ ഈ 4.5 ലക്ഷം എന്ന് പറഞ്ഞ കണക്കിപ്പോ എവിടെ പോയി? പ്രതിപക്ഷം അതാ ചോദിക്കുന്നത്. നിങ്ങൾ കണക്കുകളെങ്കിലും ഒന്ന് ടാലി ചെയ്തു തരൂ, ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരൂ, ഞങ്ങൾ വിശ്വസിക്കാം. പറഞ്ഞില്ല, ഇവരെങ്ങനെയാണ് 64,006 പേരെ കണ്ടെത്തിയത്? ആശ്രയ പദ്ധതിയിലെ 1 ലക്ഷം അവിടെ കിടക്കുന്നു. അതുപോലെ തന്നെ മഞ്ഞക്കാട് വഴി റേഷൻ വാങ്ങുന്ന 6 ലക്ഷം പേര് അവിടെ കിടക്കുന്നു. ഇതൊന്നുമില്ലാത്തൊരു പുതിയ കണക്ക് 64,006 ഇതെവിടെ നിന്ന് വന്നു എന്നാണ് വിദഗ്ധരും പ്രതിപക്ഷവും ചോദിക്കുന്നത്. അതിന്റെ മറുപടി പറഞ്ഞാൽ പോലെ പ്രശ്നം തീർന്നല്ലോ. പ്രൊഫസർ കെ പി കണ്ണനും അതുപോലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംശയം അല്ലെങ്കിൽ ആശങ്കയുണ്ട്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ പ്രഖ്യാപനം അനുസരിച്ച് 64,006 പേര് ആണ് അതിദരിദ്ര പട്ടികയിൽ ഉണ്ടായിരുന്നത്. അവരെ മുകളിലേക്ക് ഉയർത്തി, ആ തലത്തിൽ നിന്ന് അടുത്ത തലത്തിലേക്ക്, ദരിദ്രർ വെറും ദരിദ്രർ എന്നായിരിക്കാം, അങ്ങനെയാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ പട്ടികയിലേക്ക് ഉയർത്തി. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പറയുക, ഈ 64,006 പേർക്കുള്ള റേഷൻ സബ്സിഡി ഞങ്ങൾ നിർത്തുകയാണ്. ഈ റേഷൻ സബ്സിഡി അതിദരിദ്രരായ ആളുകൾക്ക് അരി കൊടുക്കുന്നതിന് അല്ലെങ്കിൽ ഭക്ഷ്യപദാർത്ഥങ്ങൾ കൊടുക്കുന്നതിനാണ്, അത് ഞങ്ങൾ അങ്ങ് നിർത്തുകയാണ് എന്ന് പറഞ്ഞാലോ? അല്ലെങ്കിൽ ഇനി അതിദരിദ്രർ സംസ്ഥാനത്തില്ലാത്ത സാഹചര്യത്തിൽ മുഴുവൻ സബ്സിഡി നിർത്തുകയാണെന്ന് പറഞ്ഞാലോ? അപ്പൊ എന്തായിരിക്കും ചെയ്യുക? എന്താണ് ഗവൺമെന്റിന് അതിന് മറുപടി ഉണ്ടാവുക? ഇത് ഞാൻ ചോദിക്കുന്നതല്ല. KC വേണുഗോപാലിനെയും വിട്, അദ്ദേഹം രാഷ്ട്രീയക്കാരനാണ്, കോൺഗ്രസിന്റെ നേതാവാ. പ്രൊഫസർ KP കണ്ണൻ ചോദിക്കുക, ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. ഇപ്പൊ ഭരിക്കുന്നത് BJP. അവർ ഈ സർക്കാരിനോടോ ഈ സംസ്ഥാനത്തോടോ വലിയ താല്പര്യമൊന്നുള്ള ഒരു പാർട്ടിയോ സംവിധാനമോ ഒന്നും അല്ല. കോൺഗ്രസ് ഭരിച്ചിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാമായിരുന്നു. ഇതല്ല, ഒരവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഗവൺമെന്റിനെ ഞെരുക്കാൻ, ഈ സംസ്ഥാനത്തെ ഞെരുക്കാൻ. അവരുടെ മുമ്പിലാണ് വലിയ പ്രഖ്യാപനം കൊട്ടിഘോഷിച്ച് ആഘോഷമായിട്ട് നമ്മുടെ സംസ്ഥാനത്തിന് അതിദരിദ്രരില്ലേ എന്ന് പറയുക. അപ്പൊ കേന്ദ്രം പറയും, ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സബ്സിഡി എന്ന് ചോദിച്ചാൽ എന്താണ് ചെയ്യുക? വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണ് പ്രൊഫസർ KP കണ്ണനും KC വേണുഗോപാൽ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഈ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് വഴി ലോകം മുഴുവൻ കേരളത്തെ ശ്രദ്ധിക്കുന്നുവെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. ശരിയാകുമെന്ന, പക്ഷേ ലോകം മുഴുവൻ കേരളത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അത് പക്ഷേ ഈ ഒരു പ്രഖ്യാപനത്തിന്റെ പേരിലൊന്നും അല്ല, ശബരിമലയുടെ പേരില്ല. ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്ന്, ലക്ഷക്കണക്കിന് ആളുകൾ പ്രതിവർഷം തൊഴാനെത്തുന്ന ഒരു സ്ഥലം, പുണ്യ കേന്ദ്രം, അവിടുത്തെ സ്വർണം വലിയ തോതിൽ കവർ ചെയ്യപ്പെട്ടു. അതാണ് ഇപ്പോൾ ലോകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്.